പൂക്കാത്ത മാവുകൾ പൂക്കാനും കായ്ക്കാത്ത മാവുകൾ കായ്ക്കാനും ഇതാ ഒരൊറ്റ മൂലി, അതാണ് കൾട്ടാർ. പൂക്കാത്ത മാവുകൾ പൂക്കാനും കായ്ഫലം കുറഞ്ഞ മാവുകളിൽ കായ്ഫലം വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു ഫംഗിസൈഡാണ് ഈ കൾട്ടാർ. ഈ കൾട്ടാറിന് പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി, ഒരു ഗുണമുള്ളത് കൊണ്ട് ഇത് നമ്മൾ മാവിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ 3 മാസം കൊണ്ട് തന്നെ മാവിൽ പൂക്കൾ കൊണ്ട് നിറയും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് 20 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഈ മാവിൽ നിന്നും 2 അടി വിട്ടിട്ട് ഒരു 6, 7, 8 ചെറിയ കുഴികളെടുത്ത് ആ കുഴികളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. മാവ് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു പരിഹാരമാണിത്. എല്ലാവർക്കും ഇത് പ്രയോഗിക്കാം. 100%. അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂക്കാത്ത മാവ് എങ്ങനെയാണ് നമ്മൾ കൾട്ടാർ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു 15 വർഷമൊക്കെ ആയിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ ഇത് നമ്മൾ കൾട്ടാർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അതിന് ചുറ്റുള്ള കളകളൊക്കെ നീക്കം ചെയ്യണം. പിന്നെ അതിന് ശേഷം 2 അടി അകലത്തിൽ നമ്മളൊരു 7, 8 കുഴികൾ എടുക്കണം. ഇതുപോലെ ഈ കുഴികളിൽ ഇത് വെച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കറിയാം, മാവ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയാം. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മാധുര്യം ഒക്കെ തന്നെയാണ് അതിന് ഈ ഫ്രൂട്ട്സിൻ്റെ കിങ് ആക്കിയത്. കൾട്ടാർ 20 ml 10 ലിറ്റർ വാട്ടർ. പ്രകൃതിയുടെ ഒരു ടോണിക്കാണ് മാമ്പഴം. ഇത് ഒരേ സമയം ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഉത്തമമാണ്. ഇപ്പോൾ പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ തണുത്ത പാലൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ മിക്സിയിലടിച്ച് കഴിക്കുന്ന മാംഗോ ഷേക്ക്, അതിൻ്റെ രുചി ഒരു അപാരം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ജ്യൂസും ജാമും ജെല്ലിയും എല്ലാം നമുക്ക് മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. $20 മില്ലി കൾട്ടാർ, 10 ലിറ്റർ വാട്ടർ. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ മാവിൻ്റെ ചുറ്റുമെടുത്ത ഈ 8 കുഴികളിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഓരോ കുഴി മണ്ണിട്ട് നമ്മൾ മൂടണം. നമ്മളിത് താഴ്ന്നു പോയതിന് ശേഷം നമ്മൾ ഓരോ കുഴി മണ്ണിട്ട് അങ്ങനെ ഈ 10 ലിറ്റർ 20 മില്ലി വെള്ളം എന്നുള്ളതിൽ നമ്മൾ 20 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിലാണ് ഇപ്പോൾ ഇത് ലയിപ്പിച്ചിട്ടുള്ളത്. അത് പിന്നെ ഈ മാവിൻ്റെ ചുറ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ കൊമ്പുകളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം.
കായ്ഫലം കുറവുള്ള മാവിൽ കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനും അതുപോലെ ഒട്ടും പൂക്കാത്ത മാവിലും പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചുറ്റും നമ്മളൊരു 7-8 കുഴികൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ കൾച്ചാറ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് താഴ്ന്ന് പോയതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടും. പിന്നീട് അതിന് ശേഷം നമ്മൾ 10 ദിവസത്തിലൊരിക്കൽ ഈ മാവിന് പൂക്കുന്നത് വരെ ഒന്ന് നനച്ചു കൊടുക്കണം. വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്ന മിക്ക ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.